മിഥുനം രാശിക്കാർക്ക് ഇപ്പോ ജൂലൈ മാസം 26-ാം തീയതി നടക്കാനിരിക്കുന്ന ശനിയുടെ വക്രഗതി വളരെയധികം നല്ല ഒരു ഫലമാണ് പ്രദാനം ചെയ്യുന്നത്. അതായത് അഷ്ടമാധിപത്യത്തിൻ്റെതായ ഒരു ഗ്രഹമാണ്. അത് 8-ാം ഭാവത്തിന്റെയും 9-ാം ഭാവത്തിന്റെയും ഗ്രഹം 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലം, അതായത് തൊഴിൽ ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കാലം ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു കാലതാമസമൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നൊരു പ്രോസസ്സാണ് അവിടെ ഉള്ളത് എങ്കിൽ 100% നിങ്ങൾക്ക് നല്ല കാലം ആരംഭമാകുന്നു വക്രഗതി കാലത്ത്. അതുകൊണ്ട് തന്നെ ഏത് കണ്ടകശനിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. ഭഗവാന്റേതായ ഒരു ഭാവം എവിടെ ഇരിക്കുന്നോ അത് ശനി തന്നെയാണ് എന്ന് ഉറപ്പിക്കുക. ഒരു ദിവസത്തേക്ക് വന്നിരുന്നാലും ശനി തന്നെയാണ്. അപ്പോൾ തൊഴിൽ ഭാവത്തിൽ വന്നിരിക്കുന്ന ശനി തൊഴിലിൽ നല്ല രീതിക്ക് തന്നെ കൈവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അത് തൊഴിലൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. ഒരല്പം കൂടി സമയം കൂടുതലൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിട്ട് തന്നെയായിരിക്കും വരിക. അപ്പോൾ ഈ വക്രഗതി കാലം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെ നീക്കി വേഗത കൂട്ടിത്തരുന്ന ഒരു കാലമാണ്. 100% അത് സക്സസിൻ്റെതായ ഒരു കാലം ആയിരിക്കുമെന്നുള്ളതിന് സംശയം ഇല്ല. ഇത് ജൂലൈ മാസം 26-ാം തീയതി മുതൽ ഡിസംബർ മാസം 10-ാം തീയതി വരെ ശനിയുടെ വക്രഗതി കാലം തന്നെയാണ്. ഏതാണ്ട് ഒരു 4.5 മാസക്കാലത്തോളം കണക്കാക്കാം. ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടാനുള്ളതൊക്കെയും നിങ്ങൾ തന്നെ നേടേണ്ട ഒരു കാലമായിട്ട് കണക്കാക്കുന്നു. ഇവിടെ വ്യാഴത്തിൻ്റെതായ ആ ഒരു ദൃഷ്ടി, രാശിക്ക് 2-ാം ഭാവത്തിലിരിക്കുന്ന വ്യാഴം കത്തി ജ്വലിച്ച് കൊണ്ടു നിൽക്കുന്ന ഒരു കാലമാണ്. ആ ഒരു ഭാവത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ ഭാഗ്യാധിപതി ആയിട്ട്, അതായത് 10-ാം ഭാവത്തിലേക്ക്, രാശിക്ക് 10-ാം ഇടത്തിലേക്ക്, തൊഴിലിടത്തിലേക്ക് ഭാഗ്യാധിപതിയായിട്ടാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത്. വക്രഗതിയായ ശനിയുടെ മേൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അത് വേഗത കൂട്ടിത്തരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ ഒരല്പം വിമുഖതയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ വെറുതെയെങ്കിലും ഒന്ന് കേൾക്കുന്നത് നിങ്ങൾക്കത് ഉപകാരം ആയി കിട്ടും. അതായത് ഈ ആസ്ട്രോളജി ചാനലുകളൊക്കെ കാണുമ്പോൾ നല്ല ഉപദേശങ്ങൾ കേൾക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശിയിൽ പിറന്നവരൊക്കെ തന്നെ മറ്റൊരു ജോലി ഇരിക്കുന്ന ജോലി ഒരല്പം മോശമാണ്, ശരിയാകുന്നില്ല എന്ന ഒരു ചിന്താഗതിയൊക്കെയും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്റെ പൊതുവായ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ജോലിയൊന്നും വലിച്ചെറിയാതിരിക്കുന്നത് ഗുണകരമായ മാറ്റമായിരിക്കും ഉണ്ടാക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ വക്രത്തിലിരിക്കുന്ന ശനിയുടെ മേൽ ഈ ശുഭകരമായ ഗ്രഹം വ്യാഴത്തിന്റെ ദൃഷ്ടി പൂർവാധികം ശക്തിയോടുകൂടി ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ 100% ലഭിച്ചിരിക്കും. അതായത് ഇപ്പോൾ യുദ്ധത്തിന്റെ കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ പലരും തൊഴിൽ ഉപേക്ഷിച്ച് വരുന്നവർ ധാരാളം അവിടെ നിന്നുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത പൊസിഷൻ നിങ്ങളെ തേടി കാത്തിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത 4.5 മാസക്കാലത്തിനുള്ളിൽ വന്നെത്തും എന്നുള്ളതാണ്, സംശയമൊന്നും വേണ്ട. ശുഭകരമായ കാലമെന്ന് പറഞ്ഞാൽ ശുഭകരമായ കാലം തന്നെയായിരിക്കും. 100% നിങ്ങൾക്ക് പ്രൊമോഷൻ ഓടുകൂടി തന്നെ ജോലി ഇരിക്കുന്ന സ്ഥാപനത്തിൽ മാറി കിട്ടിയിരിക്കും. ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്തായാലും സംഭവിക്കും. അതുപോലെ തന്നെ അതേ പ്രോസസ്സ് ഇവർക്ക്, ഈ രാശിയിൽ പിറന്നവർക്ക് ഒരുപാട് തൊഴിലുകളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. അത്തരം പ്രോസസ്സുകൾ ഒരു സെക്കൻഡ് ഇൻകമാക്കി മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ്. അതായത് സ്വന്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ 100% അത് വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഇൻകം ഫാസ്റ്റ് ആയിട്ട് തന്നെ വന്നെത്തുന്ന ഒരു കാലമാണ്. അപ്പോൾ മെയിനായിട്ട് ഒരിടത്തുള്ള ജോലിയും സെക്കൻഡായിട്ട് നിങ്ങൾ കൊടുക്കുന്ന എഫർട്ടിനനുസൃതമായിട്ട് ഇൻകം മറ്റൊരു വഴിയിൽ കൂടെ വരുന്ന സാഹചര്യമാണ്. ഇവിടെ പ്രവർത്തനം എത്രത്തോളം കാഴ്ചവെക്കാനായിട്ടുള്ള മനോഭാവത്തെ കൊടുക്കുന്നുവോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും. മകയിരത്തിലുള്ള നക്ഷത്രക്കാർക്ക് 100% ഒരു സെക്കൻഡ് ഇൻകത്തിൻ്റെതായ ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ മകയിരത്തിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും, അതുപോലെ സ്റ്റിച്ചിങ് സംബന്ധപ്പെട്ട, ഡിസൈനിങ് സംബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് സെക്കൻഡായിട്ട് ഒരു സ്ഥാപനമോ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വന്നെത്തും. അതായത് സ്വന്തമായ ഒരു ഇടം ഉണ്ട് അവിടെയും, അതുപോലെ മറ്റൊരിടവും നിങ്ങളിലേക്ക് വന്നെത്തുന്ന സാഹചര്യം. ധൈര്യപൂർവ്വം ഡോക്യുമെന്റ് സൈൻ ചെയ്യാം. 100% വക്രഗതി കാലം ഫാസ്റ്റായിട്ട് നിങ്ങളെ നയിക്കും. നിങ്ങൾക്ക് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ 100% സെക്കൻഡ് ഇൻകം വഴി നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയും, തീർക്കാനും പറ്റുന്ന ഒരു കാലമാണ്. ഇത്രയും കാലം അനുഭവിച്ച കഷ്ടതകൾക്കെല്ലാം പൂർണ്ണമായ ഒരു വിടുതൽ വരുന്നു എന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പഠനങ്ങളൊക്കെ നടത്തി മുന്നിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. അതായത്
എന്തെങ്കിലും കാര്യം പഠിക്കാനായിട്ടൊക്കെ തുടങ്ങി അത് പാതി വഴിയിൽ നിർത്തിയിട്ടുള്ളവരുണ്ടാവും. ജോലിയുടേതായ തിരക്ക്, കുടുംബപരമായ തിരക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് അതിൻ്റെതായ പ്രോസസ്സുമാണ്. കൃത്യം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടാൽ കിട്ടും. അതുപോലെ തന്നെ അരിയേഴ്സ് എന്തെങ്കിലും എഴുതിയെടുക്കാനായിട്ടുണ്ടെങ്കിൽ 100% അതിനായിട്ട് പ്രോസസ്സ് ചെയ്തുകൊള്ളുക. സക്സസ് ആയിട്ടുള്ള ഒരു കാലം ആരംഭമാകുന്നു. അതായത് 4.5 മാസം എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ മാസക്കണക്കായിട്ട് ചിന്തിക്കുമ്പോൾ അത് മാസമാണെങ്കിൽ ദിവസക്കണക്കിലേക്ക് എണ്ണുമ്പോൾ അതൊരു 135 ദിവസം ഒക്കെ നമുക്ക് കണക്കാക്കാം. വളരെ വേഗത്തിൽ പോകുന്ന കാലമാണ് ഇപ്പോൾ. വേഗത, സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്നുള്ള ചിന്ത കൂടി വേണം. അവസരങ്ങളെ മുതലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ വക്രഗതി കാലത്ത് നിങ്ങൾ ഒരല്പം യാത്രയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അതായത് നല്ല ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രീതിക്കുള്ള ഇടങ്ങൾ, അതായത് നമുക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഇടം, വീഗാലാൻഡ് അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ യാത്ര പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഇവിടെ ഉണ്ട്. 100% അതൊക്കെ തന്നെ നടക്കുന്ന ഒരു കാലമാണ്. 100% നിങ്ങളൊരു യാത്ര പോയിരിക്കും. അതിനുള്ള പണവും സൗകര്യങ്ങളും നിങ്ങളെ തന്നെ തേടിയെത്തുന്ന സമയമാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളത് സമ്മതിച്ച് പോകുന്ന ഒരു കാലം. ഈ രാശിയിൽ പിറന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ധാരാളം തന്നെയുണ്ട്. അതായത് 29 വയസ്സ് താണ്ടി വിവാഹം നടക്കാതെ ഇരുന്നവർ ധാരാളം ഉണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എനിക്ക് ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നവർ ധാരാളം തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ വിവാഹത്തിനായിട്ടുള്ള താലി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പലരും അതാത് ജാതിയിലുള്ള ഒരു പ്രോസസ്സൊക്കെ നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായങ്ങളൊന്നും തന്നെയില്ല. അതൊക്കെ അവരവരുടേതായ ചിന്താഗതികൾ തന്നെയായിരിക്കാം. പക്ഷേ പൊതുവായിട്ട് ഞാൻ അത്തരം പ്രോസസ്സുകൾക്കൊക്കെ എതിരാണെന്നുള്ളതാണ്. കാരണം പ്രായത്തിനനുസൃതമായ ഒരു കാലഘട്ടം എത്തുമ്പോൾ അതിനായിട്ട് നമ്മൾ വിവാഹത്തിനായിട്ട് തയ്യാറെടുക്കുക തന്നെ വേണം. അതുപോലെ ആൺകുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്. അതായത് ഇപ്പോൾ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിരിക്കാം, തിരുവാതിരയ്ക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ഇത്തരം പ്രോസസ്സുകൾ ഉണ്ടാവുക. IT ഫീൽഡിലുള്ള ഒരു ആളായിരിക്കാം. വരുന്ന പെൺകുട്ടിയും അതേ ഫീൽഡിലുള്ള ആളായിരിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ അവർക്കുണ്ടാകും. അങ്ങനെയെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, കല്യാണം നടക്കില്ല. അപ്പോൾ ഇവരുടെ തിരുവാതിരയുടെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ, വിവാഹത്തിന് ശേഷം ഇവർക്ക് എന്തായാലും ജോലി ലഭിക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് വരുന്ന വിവാഹാലോചനകളെ സ്വയം തട്ടി മാറ്റി വിടുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടേതായ വിവാഹം നടക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. 100% അടുത്ത 136 ദിവസത്തിനുള്ളിൽ വിവാഹാലോചനകൾ വരും. 32 വയസ്സെത്തി നിൽക്കുന്നവർ ധാരാളം തന്നെ ഉണ്ട് ഈ രാശിയിൽ പറഞ്ഞവരുടെ. എഴുതി വെച്ചുകൊള്ളുക, 136 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജാതകം തേടി വന്നിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏതാ ജോലിയാണോ വേണ്ടതെങ്കിൽ ജോലിയെ കെട്ടുക, വിവാഹമാണ് വേണ്ടതെങ്കിൽ വിവാഹത്തിനായിട്ട് തയ്യാറെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് അച്ഛൻ നോക്കുന്നില്ല, അമ്മ നോക്കുന്നില്ല, എൻ്റെ സ്വന്തക്കാരൊന്നും കല്യാണം നോക്കി തരുന്നില്ല എന്ന പ്രോസസ്സൊന്നും ഇവിടെ വില പോകുന്ന ഒരു കാലഘട്ടങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിവാഹത്തിനായിട്ട് മുന്നിട്ടിറങ്ങുക. അത് നടക്കുന്ന കാലമാണ്. അതായത് വാശി മാറ്റിവെക്കുക. വിവാഹത്തിന് ശേഷവും ജോലി കണ്ടെത്താം എന്നുള്ളതാണ് സത്യം. ഇവിടെ ശനീശ്വരൻ നിങ്ങളെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങളിലേക്ക് സെറ്റ് ചെയ്ത് തരുന്ന ഒരു കാലമാണ്. അതായത് നീ എടുക്കുന്ന തീരുമാനം ശരിയാണ്, നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കാതെ വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ പലയിടങ്ങളിലും പോയി പെണ്ണൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അവരൊക്കെ തന്നെ വിവാഹം നടക്കുമെന്ന് ചിന്തിച്ച കാലം തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെതായ ഒരു ചിന്തകൾക്ക് അതീതമായ രീതിയിൽ നിങ്ങളത് വേണ്ടെന്ന് വച്ചിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും അത്തരം വിവാഹങ്ങൾ തിരിച്ചു വരുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാവുന്ന കാലമാണ്. കാര്യം ശനി ഭഗവാൻ വക്രഗതിയിൽ വരുന്ന ഈ കാലഘട്ടം ഫാസ്റ്റ് ഫോർവേഡ് ആയിരിക്കും. വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലം വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തുകൊള്ളണം. വിവാഹമായാലും ജോലി ആയാലും എന്ത് തന്നെ ആണെങ്കിലും ശരി, വീട് വെക്കാനുള്ള തീരുമാനമാണെങ്കിൽ വേഗത്തിൽ തീരുമാനം എടുത്തുകൊള്ളണം. അത് ഫാസ്റ്റായിട്ട് നടന്നു കിട്ടുന്ന കാലമാണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കി കളഞ്ഞാൽ പിന്നീട് ഒരു അവസരം നിങ്ങൾക്കിനി ലൈഫിൽ തേടി വരില്ല. ഞാൻ വിവാഹത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു എങ്കിലും നിങ്ങളുടേതായ ആഗ്രഹത്തിനൊത്ത ഒരു വിവാഹമായിരിക്കും ഈ ഒരു സമയം വരിക. അതിൽ വിഷമങ്ങളൊന്നും വേണ്ട. ആ ഒരു ഫീൽഡിലേക്കാണ് നിങ്ങൾ ചിന്തിച്ച്, ഏതൊരു ഫീൽഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ ഒരു ഫീൽഡിൽ നിന്നും തന്നെയായിരിക്കും നിങ്ങൾക്ക് വിവാഹം വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. 100% അതിനായിട്ട് പ്രോസസ്സ് ചെയ്തോളൂ കേട്ടോ. വേറെ വിഷമതകളൊന്നും വിചാരിക്കേണ്ട. തൊഴിൽപരമായ രീതിക്കാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കും. 100% അത് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതും 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പുണർവ്വതത്തിൻ്റെതായ കാര്യം എന്ന് പറയുന്ന സമയത്ത്
ഒരു കോമൺ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ പുണർദം എന്ന് പറയുന്നത്. അവർക്ക് നല്ലതായാലും ചീത്തയായാലും എല്ലാം ആക്സസ് തന്നെയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു പ്രോസസ്സാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ല എങ്കിൽ ഇല്ല. കാരണം എല്ലാ കാലവും അവർക്ക് അത്തരം ഒരു പ്രോസസ്സ്, സങ്കടകരമായ ഒരു പ്രോസസ്സിലൂടെ സഞ്ചരിച്ച് അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെ തന്നെയായിരിക്കും. ഇനി നല്ല കാലം വന്നാലും അവർക്ക് സന്തോഷം, മോശം വന്നാലും സന്തോഷം തന്നെയാണ്. കാരണം അനുഭവിക്കാനായിട്ട് ഇനി ജീവിതത്തിൽ ബാക്കിയൊന്നും ഇല്ലാത്തവരായിരിക്കും ഈ പുണർവക്കാരൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അവർ ചിരിക്കാനായിട്ട് പഠിച്ചിരിക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചീത്തയും ഒരുപോലെ തന്നെ അവരിലൂടെ ഉണ്ട്. അതുകൊണ്ട് ആ നക്ഷത്രക്കാർക്കും ഈ ഒരു കാലഘട്ടം ശുഭകരമായ കാലമാണ്. നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ, ആഗ്രഹിച്ച ഇടം, ആ ഒരു പോയിന്റ് വ്യൂ, അംഗീകാരം, അന്തസ്സ് ഒക്കെ നിങ്ങളെ തേടി അവരവരുടേതായ നിലവാരത്തിന് അനുസൃതമായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളെ തേടി വരുന്നു. ഇതുവരെ അംഗീകാരങ്ങൾ ഒരിടത്തും കിട്ടിയില്ല എങ്കിൽ വക്രഗതിയിലുള്ള ശനി നിങ്ങളെ ആ ഇടത്ത്, അംഗീകരിക്കാത്ത ഇടത്ത് കൊണ്ട് ചെന്ന് നിർത്തി ഈ അംഗീകരിക്കാത്ത ആൾക്കാർ നിങ്ങളെ തേടി വന്ന് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലം ആഗതമായിരിക്കുന്നു. എഴുതി വെച്ചോളുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 4.5 മാസക്കാലത്തിനുള്ളിൽ സംഭവിച്ചിരിക്കും. 100% സംഭവിച്ചിരിക്കും. അപ്പോഴും നിങ്ങളുടെ മനസ്സ് പഴയ ഒരു സന്തോഷത്തിന്റെ മനസ്സായിരിക്കും. ആരും ശത്രുവല്ല. അതാണ് നിങ്ങളുടേതായ ഒരു മനസ്സിന്റെ പ്രത്യേകത. ശുഭകരമായ വാർത്തകൾ ഈ പുണർദം നക്ഷത്രക്കാർക്കും വന്നെത്തും. അതായത് ഒരു ജോലി സംബന്ധപ്പെട്ട ഇടത്ത് ഒരു ഉയർച്ച, മേലധികാരികളുടേതായ ആ ഒരു അപ്രിസിയേഷൻ, ഇതൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു കാലം തന്നെയാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടം തന്നെയാണ് ഈ രാശിക്കാരെയൊക്കെ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ, അംഗീകാരം ഒക്കെ നിങ്ങളെ തേടി വരുന്നു. അപമാനിച്ചവർക്കിടയിൽ ശനി അവിടെ വക്രഗതിയിൽ പോയി, ഞാൻ നിന്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ഞാനൊന്ന് പിന്നിലേക്ക് നിൽക്കാം, നിന്നെ മുന്നിലേക്ക് നയിക്കാനായിട്ട് വ്യാഴം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100% കുടുംബത്തിനുള്ളിൽ മതിപ്പ് ലഭിക്കുന്നു. നിങ്ങൾ കൊടുത്ത വാക്കുകൾ പാലിക്കപ്പെടാനായിട്ട് പോകുന്നു. വാക്കുകൾക്ക് വിലയില്ലാത്ത ഒരു കാലമായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഇവിടെ നിറവേറ്റി തരാനായിട്ട് ശനി ഭഗവാൻ ഒന്ന് പിന്നിലേക്ക് മാറുന്ന സമയമാണ്. അതുകൊണ്ട് വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ശുഭകരമായ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് ശനി ഇത്തരം പ്രോസസ്സ് നൽകുക. ബാഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ 100% ഇവിടെ സപ്പോർട്ടീവായ ഒരു കാര്യം ലഭിക്കില്ല. എന്നാലും മുതിർന്ന ആൾക്കാരുടേതായ ഇടപെടൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴിയായിട്ട് കൂടി കണക്കാക്കപ്പെടുന്ന ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ ശുഭകരമായ ഒരു കാലം മിഥുനം രാശിക്കാർക്ക് ഉണ്ട്. വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി വക്രഗതിയിലെ ശനിയുടെ മേൽ പതിയുന്നത് ശുഭം തന്നെ ആകുന്നു.